T20 ലോകകപ്പിലെ ആദ്യ മത്സരം ഇന്ത്യ ജയിച്ചു കയറുമ്പോൾ വിഖ്യാതമായ വാങ്കഡെ മൈതാനത്ത് ജ്വലിച്ചു നിന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരുന്നു. ഇന്ത്യയും എതിരാളികളായ USA-യും തമ്മിലുള്ള ഏക വ്യത്യാസവും സൂര്യ മാത്രമായിരുന്നു. ഒരു വേള 77 റൺസിനിടെ 6 വിക്കറ്റുകൾ നഷ്ടമായി തകർന്ന ഇന്ത്യയെ അയാൾ ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ ചുമലിലേറ്റുന്ന കാഴ്ചയ്ക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം നിന്നത്. 49 പന്തിൽ 10 ഫോറും 4 സിക്സും സഹിതം 84 റൺസാണ് സൂര്യ അടിച്ചുകൂട്ടിയത്. അയാളുടെ വിക്കറ്റ് വീഴ്ത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചതുമില്ല. ബാറ്റിങ്ങിൻ്റെ സമസ്ത വഴികളും തുറന്നിട്ട് മനോഹരമായൊരു ഇന്നിങ്സ് അയാൾ വാങ്കഡയിൽ കെട്ടിപ്പൊക്കി. 6-ന് 77 എന്ന നിലയിൽ നിന്ന് 9-ന് 161 എന്ന നിലയിലേക്ക് ഇന്ത്യൻ സ്കോർ പരിവർത്തിപ്പിക്കുമ്പോൾ ടീമിലെ 8 ബാറ്റർമാർ ചേർന്ന് 77 റൺസാണ് സംഭാവന നൽകിയത്. ശേഷിക്കുന്ന 84 റൺസും അയാൾ ഒറ്റയ്ക്ക് അടിച്ചെടുത്തു. പലപ്പോഴും ചില ഷോട്ടുകൾ കളിച്ച് അയാൾ ക്രീസിൽ വീണു. വീണ്ടും എഴുന്നേറ്റ് പൊരുതി. ഇതിഹാസ വെസ്റ്റ് ഇൻഡീസ് താരം രോഹൻ കൻഹായ് കളിച്ച അപൂർവം ചില ഷോട്ടുകളോട് സാമ്യം നിൽക്കുന്ന ഷോട്ടുകൾ സൂര്യ കളിച്ചു എന്ന് കമൻട്രി ബോക്സിലിരുന്ന് ഗാവസ്കറും രവിശാസ്ത്രിയും ഹർഷ ഭോഗ്ലെയും സാക്ഷ്യം പറയുന്നതും കേട്ടു. സാധ്യമായ എല്ലാ വഴികളിലൂടെയും അയാൾ അതിവേഗം റൺസ് കണ്ടെത്തി. ടോസ് നേടുന്ന ടീം ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുക്കുന്ന പിച്ചാണ് വാങ്കഡയിലേത്. രണ്ടാമത് പന്തെറിയുന്നത് ഈ മൈതാനത്ത് ഏറെ ദുഷ്കരമാണ്. കാര്യങ്ങൾ അമേരിക്കയുടെ വഴിക്കു തന്നെ വന്നു. ടോസ് നേടി അവർ ആദ്യം പന്തെടുക്കാൻ തീരുമാനിച്ചു. ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്കായി ഇന്നിങ്സ് തുറക്കാനെത്തിയത് ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും. ഇഷാൻ തുടക്കം തന്നെ ആക്രമിച്ചു കളിച്ചു. എന്നാൽ രണ്ടാം ഓവറിലെ രണ്ടാം പന്തിൽ അഭിഷേക് ശർമ്മ ഗോൾഡൻ ഡക്കായി പുറത്തായപ്പോൾ സ്റ്റേഡിയം നിശബ്ദമായി. അലി ഖാന്റെ പന്തിൽ അഭിഷേകിന്റെ ഷോട്ട് സഞ്ജയ് കൃഷ്ണമൂർത്തി കയ്യിലൊതുക്കി. ആ ഞെട്ടലിൽ നിന്ന് ഇന്ത്യയെ ഇഷാനും പിന്നാലെ വന്ന തിലക് വർമ്മയും കൂടി അതിവേഗം തന്നെ ട്രാക്കിലാക്കി. പതിയെ ഇന്ത്യ കളിയിലേക്ക് തിരിച്ചെത്താനായി ശ്രമിക്കുന്നതിനിടെ അടുത്ത പ്രഹരം. സ്കോർ 45-ൽ ഇഷാൻ വീണു. 6-ാം ഓവറിലെ രണ്ടാം പന്തിൽ ഷാഡ്ലി വാൻ ഷാൽവിക് ഇഷാനെ പുറത്താക്കി. 16 പന്തിൽ 2 സിക്സും 1 ഫോറും സഹിതം ഇഷാൻ 20 റൺസുമായി മികവിലേക്ക് ഉയരുന്നതിനിടെ മടങ്ങി. സൂര്യ ക്രീസിലെത്തുന്നു. എന്നാൽ ആ ഓവറിലെ ശേഷിച്ച 4 പന്തിൽ 2 ഇന്ത്യൻ താരങ്ങളെ കൂടി മടക്കി ഷാൽവിക് ഇന്ത്യയെ ചുഴിയിൽപ്പെടുത്തുന്നുണ്ട്. സ്കോർ 46-ൽ നിൽക്കെ മികച്ച രീതിയിൽ കളിച്ചു വന്ന തിലകിനെ 5-ാം പന്തിലും പിന്നാലെ വന്ന ശിവം ദുബെയെ 6-ാം പന്തിലും മടക്കി ഷാൽവിക് ഇന്ത്യക്ക് ടെൻഷൻ കയറ്റി. ദുബെ ഗോൾഡൻ ഡക്കായി കൂടാരം കയറുമ്പോൾ സ്കോർ ബോർഡിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 46 റൺസ് എന്ന നില. 72-ൽ റിങ്കു സിംഗും 77-ൽ ഹർദിക് പാണ്ഡ്യയും മടങ്ങി. റിങ്കു 6 റൺസും ഹർദിക് 5 റൺസുമാണ് സംഭാവന ചെയ്തത്. ഇന്ത്യ 6-ന് 77 എന്ന നില. പിന്നീടാണ് സൂര്യ കടിഞ്ഞാൺ ഒറ്റയ്ക്ക് കയ്യിലേന്തിയത്. അക്ഷർ പട്ടേൽ 11 പന്തിൽ 14 റൺസുമായി 23 മിനിറ്റുകൾ ക്യാപ്റ്റനൊപ്പം നിന്നു മടങ്ങി. ഹർഷദീപ് സിംഗ് 6 പന്തുകൾ ചെറുത്ത് 4 റൺസുമായി പുറത്ത്. ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസിൽ എത്തി നിന്നപ്പോൾ ഐതിഹാസികമായൊരു ഇന്നിങ്സ് കളിച്ച് സൂര്യ പുറത്താകാതെ ക്രീസിൽ തുടർന്നു. വിജയം പിടിക്കാമെന്ന USA-യുടെ ആത്മവിശ്വാസത്തെ തുടക്കം മുതൽ തകർക്കുന്ന തരത്തിലാണ് ഹർഷദീപ് സിംഗും മുഹമ്മദ് സിറാജും പന്തെറിഞ്ഞത്. നിതീഷ് റാണ അവസാന നിമിഷം പരിക്കേറ്റ് പുറത്തായതോടെ പകരക്കാരനായി ടീമിലെത്തിയ സിറാജും ഹർഷദീപും ചേർന്നെറിഞ്ഞ ആദ്യ 6 ഓവറുകളിൽ തന്നെ കളിയുടെ ഗതി നിർണ്ണയിക്കപ്പെട്ടിരുന്നു. പവർ പ്ലേയുടെ ആ നിർണായക 36 പന്തുകളിൽ അമേരിക്കയ്ക്ക് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല. 3 വിക്കറ്റുകളും നഷ്ടം വന്നു. ഓപ്പണർമാരായ ആൻഡ്രിസ് ഗോസിനെയും സായ് തേജ മുക്കാമലയെയും വൺഡൗണായി ഇറങ്ങിയ ക്യാപ്റ്റൻ മോനങ്ക് പട്ടേലിനെയും 20 പന്തുകൾക്കിടെ മടക്കി ഹർഷദീപും സിറാജും ചേർന്ന് തുടക്കത്തിൽ തന്നെ അമേരിക്കയെ വൻ സമ്മർദ്ദത്തിലേക്ക് തള്ളിയിട്ടു. പിന്നീട് കളിയുടെ ഒരു ഘട്ടത്തിലും ആ സമ്മർദ്ദം അതിജീവിക്കാൻ അവർക്ക് ത്രാണിയില്ലാതെ പോയി. 4-ാം ഓവറിലെ രണ്ടാം പന്തിൽ 3-ാം വിക്കറ്റ് വീഴുമ്പോൾ അമേരിക്കയുടെ സ്കോർ വെറും 13 റൺസ് മാത്രമായിരുന്നു. അമേരിക്ക അതിസമ്മർദ്ദത്തിൽ നിൽക്കെ ക്രീസിലെത്തിയ മിലിന്ദ് കുമാർ, സഞ്ജയ് കൃഷ്ണമൂർത്തി, ശുഭം രഞ്ജനെ എന്നിവർ പൊരുതി നോക്കുന്നുണ്ട്. മനോഹരമായ ബാറ്റിംഗ് ആയിരുന്നു മൂവരുടേതും. പക്ഷേ അവർക്കും ഇന്ത്യയുടെ പ്രസ്സിംഗ് കളിയെ മറികടക്കാൻ സാധിച്ചില്ല. ശുഭം രഞ്ജനെയാണ് കടന്നാക്രമിച്ചു കളിച്ച ഏക USA ബാറ്റർ. താരം 22 പന്തിൽ 3 സിക്സും 2 ഫോറും സഹിതം 37 റൺസ് വാരി ഇന്ത്യയെ വിറപ്പിച്ചു. പക്ഷേ ക്രീസിൽ അല്പായുസായിരുന്നു. മിലിന്ദ് 34 പന്തിൽ 34 റൺസും സഞ്ജയ് 31 പന്തിൽ 37 റൺസും കണ്ടെത്തി. ഈ 3 പേരൊഴികെ മറ്റൊരാളും അമേരിക്കൻ നിരയിൽ 2 അക്കം കണ്ടില്ല. തുടക്കം മുതൽ ഇന്ത്യൻ ബൗളിംഗ് നിര അച്ചടക്കത്തിൻ്റെ ഗ്രാഫ് വല്ലാതെ താഴേക്ക് പോകാതെ നിലനിർത്തി. വൻ പ്രഷറിൽ നിർത്തി USA-യുടെ ശ്രമങ്ങളെ ചെറുക്കുക എന്ന ഇന്ത്യൻ തന്ത്രം വാങ്കഡയിൽ ഫലം കണ്ടു. മിലിന്ദ്, സഞ്ജയ്, ശുഭം എന്നിവർ വെല്ലുവിളിക്കാൻ നോക്കിയത് മാറ്റി നിർത്തിയാൽ കളി
ഇന്ത്യ ബൗളിംഗ് ഘട്ടത്തിൽ ഏറെക്കുറെ കയ്യിൽ തന്നെ വെച്ചു. അവരുടെ 4ാം വിക്കറ്റ് ഇന്ത്യ വീഴ്ത്തുന്നത് 12ാം ഓവറിലെ അവസാന പന്തിലാണ്. ബ്രേക്ക് ത്രൂ നൽകിയത് വരുൺ ചക്രവർത്തി. സ്കോർ 71 റൺസ്. മടങ്ങിയത് മിലിന്ദ്. 5ാം വിക്കറ്റ് 98 റൺസിലാണ് USA നഷ്ടമായത്. പുറത്തായത് സഞ്ജയ്. 98-ൽ ഹർമീത് സിംഗും മടങ്ങി. 16ാം ഓവറിലെ 2-3 പന്തുകളിൽ ഇരുവരെയും തുടരെ മടക്കി അക്ഷർ പട്ടേൽ അമേരിക്കയ്ക്ക് ഇരട്ടപ്രഹരം നൽകിയതും നിർണായകമായി. 19-20 ഓവറുകളിലാണ് ശുഭം ടോപ്പ് ഗിയറിൽ ബാറ്റ് വീശിയത്. പക്ഷേ അപ്പോഴേക്കും സമയം ഏറെ വൈകിപ്പോയി. ഇന്ത്യൻ നിരയിൽ അർഷദീപ് തൻ്റെ പേസുകൊണ്ട് വീണ്ടും വിസ്മയിപ്പിച്ചു. താരം 4 ഓവറിൽ 18 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. സിറാജ് 29 റൺസ് വഴങ്ങി 3 വിക്കറ്റ് എടുത്ത് T20 പോരാട്ടത്തിലേക്കുള്ള ഇടവേള കഴിഞ്ഞുള്ള തിരിച്ചുവരവ് ഗംഭീരമാക്കി. വരുൺ പതിവ് പോലെ ബാറ്റർമാർക്കെതിരെ സമർത്ഥമായി തന്നെ പന്തെറിഞ്ഞു. താരം 4 ഓവറിൽ 24 റൺസ് വഴങ്ങി 1 വിക്കറ്റ് എടുത്തു. വരുണിൻ്റെ പന്തിൽ മിലിന്ദിനെ കീപ്പർ ഇഷാൻ കിഷൻ സ്റ്റംപ് ചെയ്ത് പുറത്താക്കിയാണ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകിയത്. അക്ഷർ പട്ടേലും 24 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. താരം 2 വിക്കറ്റും സ്വന്തമാക്കി. ആദ്യ മത്സരത്തിൽ ബാറ്റിംഗ് നിരയുടെ നിരാശ മാറ്റി നിർത്തിയാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ത്യ തങ്ങളുടെ വഴിയിലാക്കി. T20 ലോകകപ്പിൽ തുടരെ 9ാം ജയമെന്ന റെക്കോർഡ് സ്ഥാപിച്ചാണ് ടീം ഇന്ത്യ കളം വിട്ടത്. വാങ്കഡയുടെ ആകാശവും മണ്ണും ആത്മാവിലുള്ള മനുഷ്യനാണ് ഇന്ത്യൻ നായകൻ. ആദ്യ കളി ജയിച്ചു കയറുമ്പോൾ ഇന്ത്യയുടെ സൂര്യൻ കത്തിജ്വലിച്ച രാത്രി കൂടിയാണ് കഴിഞ്ഞു പോയത്.